ചേച്ചി ഇങ്ങോട്ട് നോക്ക് ചേച്ചി, അനിയൻകുട്ടന. ചേച്ചി ഒന്ന് കണ്ണുറക്ക് ചേച്ചി, പ്ലീസ് പ്ലീസ് ചേച്ചി. ഇന്ന് ബീന ടീച്ചർ കൊടുത്ത സാരിയുടെ കളർ അറിയണ്ടേ ചേച്ചിക്ക്? പിന്നെ ഇന്ന് ഞാൻ മാത്സിന് ശ്രീലക്ഷ്മിയെ തോപ്പിച്ച കേട്ടോ. അവളെക്കാട്ടി 8 മാർക്ക് എനിക്കാ കൂടുതല്. ചേച്ചി പ്രസവത്തിന് പോയ ടീച്ചറില്ലേ, അവർക്ക് പകരം പുതിയൊരു മലയാളം ടീച്ചർ വന്നു. ടീച്ചർ എല്ലാരോടും വലുതാകുമ്പോ ആരാകണമെന്ന് ആഗ്രഹവും ചോദിച്ചു. എനിക്ക് കളക്ടർ ആവണമെന്നാ പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ആഗ്രഹമാണെന്നും ടീച്ചറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ? ചേച്ചി ചേച്ചി ഇങ്ങനെ മിണ്ടാതെ കിടന്നാ ഞാൻ ഇനി എന്തിനാ കളക്ടർ ആവുന്നത്? ഞാൻ ഇനി മുതൽ പഠിക്കാനും പോകുന്നില്ല. ചേച്ചി കണ്ടു തുറന്നാലേ ഞാൻ ഇനി ഇവിടെ എണീക്കും. മോളെ, അനിയക്കുട്ടൻ പറഞ്ഞു നീ കേൾക്കാത്തെന്താ? കണ്ണു തുറക്കും മോളെ. കളിച്ചും ചിരിച്ചു ഓടിച്ചാടി നടക്കുന്ന എന്റെ മോള് ഇങ്ങനെ ജീവച്ഛവമായി കിടക്കുന്നത് കാണാൻ ഈ അച്ഛന് വയ്യ. ഈ അച്ഛന്റെ കണ്ണൊന്ന് കലങ്ങിയാൽ സഹിക്കാത്ത എന്റെ മോള് അച്ഛൻ്റെ നെഞ്ചു പൊട്ടുന്ന എന്താ കാണാത്ത? എന്റെ പൊന്നുമോളല്ലേ, ഒന്ന് കണ്ണു തുറക്ക് മോളെ. മോളെ കല്യാണി, മോളെ കല്യാണി, കല്യാണി കണ്ണു തുറക്കും മോളെ. കല്യാണി, കല്യാണി ചേച്ചി ചേച്ചി എണീക്ക് മോളെ. ചേച്ചി മോളെ കണ്ണു തുറക്ക് കല്യാണി, കല്യാണി ചേച്ചി എണീക്ക്. കല്യാണി ചേച്ചി മോളെ കണ്ണു തുറക്ക്. കമല മാഡം, എനിക്കൊരു ലെമൺ ടീ വേണം. ഐ എം ടയർഡ്. സുജാതയോട് പറയാം. ഓക്കെ മാഡം. കൃഷ്ണേട്ടാ, മനസ്സിനെന്തോ തീരെ സുഖം തോന്നുന്നില്ല. ഒരു ഭാരം പോലെ. എന്തോ അരുതാത്തത് സംഭവിക്കുമോ എന്നൊരു തോന്നൽ. ഏയ് ഒന്നുമില്ല. ഇപ്പോഴത്തെ നിന്റെ ഈ ടെൻഷൻ കല്യാണിയുടെ കാര്യം ഓർത്ത. ഡോണ്ട് വറി, അവൾക്കൊന്നും സംഭവിക്കില്ല. ഷീസ് എ ബ്ലെസ്ഡ് ഗേൾ. പെട്ടെന്നൊന്നും അവളെ നഷ്ടപ്പെടില്ല നമുക്ക്. അതങ്ങനെ ആയാ മതിയായിരുന്നു. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഞാനും അവളോട്. ഏയ് ഞാൻ പറഞ്ഞില്ലേ അഖിലേ, അവൾക്കൊന്നും സംഭവിക്കില്ല. പാവം പെണ്ണ അവള്, മനസ്സിൽ നന്മയുള്ള പെണ്ണ്. അവള് വന്ന വഴിയിൽ വീണുപോയ എന്നെ പോലും രക്ഷിച്ചത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? കല്യാണിയോട് ഒരു ജീവന്റെ കടക്കാരനാണ് ഈ ശിവരാമൻ എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ട പ്ലീസ്, അതൊന്നും ഓർമ്മിപ്പിക്കുന്നത് പോലും എനിക്ക് താങ്ങാനാവില്ല, പ്രത്യേകിച്ച് ഇതുപോലൊരു സമയത്ത്. അറിയാം, നീ ആകെ ടെൻഷനിലാണ്. കുറച്ചു നേരം വിശ്രമിക്കും, അതാ നല്ലത്. ഇല്ല കൃഷ്ണേട്ടാ, വെറുതെ കണ്ണടച്ച് കിടക്കുന്നത് കൊണ്ട് മനസ്സ് ശാന്തമാവില്ല. ഉള്ളിൽ ഇരമ്പുന്നതൊരു കടല. അത് ശാന്തമാവണമെങ്കിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ഇപ്പോ. Then why are you standing here? Just do it. പോയി പ്രാർത്ഥിക്കാം. കമല. മാഡം, ഞാൻ പൂജാമുറിയിലേക്ക് പോകുന്നു. പ്രാർത്ഥിച്ചിറങ്ങുന്നത് വരെ ആര് വന്നാലും വിളിക്കണ്ട. ഫോൺ കോൾസ് ഒക്കെ കമല അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ മാഡം.
ഭഗവാനെ, ആ കല്യാണി ഒരു പാവോ. ഈ അപകടത്തിൽ നിന്നും അവള് രക്ഷപ്പെടണം. പണം എത്ര വേണമെങ്കിലും മുടക്കാം, പക്ഷെ പണം കൊണ്ടൊന്നും ആവില്ലല്ലോ. ഇവിടെ പണത്തേക്കാൾ അത്യാവശ്യം അവിടുത്തെ കൈത്താങ്ങും അനുഗ്രഹമോ. മാളികേറിയവനും തെരുവിൽ മാറാപ്പ് ചുമക്കുന്നവനും നീയേ ഉള്ളൂ ഒരു തുണ. കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ അവളൊരു ബ്ലെസ്ഡ് ഗേൾ ആവണം. അതിനവൾക്ക് ആവശ്യം അങ്ങയുടെ ബ്ലെസ്സിങ്സ്. ഈ അവസ്ഥയിൽ അവളെ കൈവിടരുത് പ്ലീസ്. പോയ ജീവനെ അഖിലാണ്ടേശ്വരി തിരിച്ചു പിടിച്ചു കൊടുത്തിരിക്കുന്നു. സ്വന്തം രക്തം കൊടുത്ത് കാത്തതുപോലെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും ഡോക്ടർ വരുത്തിയും ഇവളെ പൂർവ്വസ്ഥിതിയിലാക്കും. അത് സംഭവിക്കരുത്, സംഭവിക്കാൻ പാടില്ല. അതിനു മുൻപ് ആരും അറിയാതെ എനിക്ക് ഇവളെ പരലോകത്തേക്ക് അയക്കണം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അപ്പനും മോനും കൂടി കാവലിരിക്കുന്നത് കണ്ടില്ലേ? നാശങ്ങളും. ഇപ്പൊ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. ദാസേട്ടാ, എഴുന്നേക്ക്. ക്ഷീണം കൊണ്ടൊന്നും മയങ്ങിപ്പോയി. ആണം വന്നറിഞ്ഞില്ല. പാവം, എന്തൊരു ഇരിപ്പാ ദാസേട്ടാ ഇത്. ദേ, അനിയൻകുട്ടന്റെ കോലം കണ്ടില്ലേ? രണ്ടുപേരും ഒന്നും കഴിച്ചു കാണില്ലല്ലോ. ഇവന് വിശക്കില്ലേ? രണ്ടുപേരും പോയി ക്യാൻറ്റീനിന്ന് കഴിച്ചിട്ട് വാ. ചെല്ല്. വേണ്ട മേഡം, എന്റെ മോളിങ്ങനെ കിടക്കുമ്പോ തൊണ്ടേന്നൊന്നും അറിയില്ല. അതൊക്കെ അറിയാം ദാസേട്ടാ. കല്യാണി നാട്ടിൽ നിന്ന് വന്നപ്പോ തുടങ്ങിയ ദുരിതമാണെന്നും അറിയാം. എന്ന് വെച്ച് നിങ്ങൾ പട്ടിണി കിടന്നാ കല്യാണിക്ക് പെട്ടെന്ന് സുഖമാവോ? ഇല്ലല്ലോ. ചെല്ല്, രണ്ടുപേരും പോയി എന്തേലും കഴിച്ചിട്ട് വാ. നിങ്ങളിങ്ങനെ സംശയിച്ച് നിക്കണ്ടെന്നേ. അനിയൻകുട്ട, ചെല്ല്, അച്ഛന്റെ കൂടെ പോയി നീയും എന്തേലും കഴിച്ചിട്ട് വാ. എനിക്ക് വിശപ്പില്ല. ആ, അതാ കേട്ടില്ലേ? അവന്റെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അവൻ എങ്ങനെയാ കഴിക്കാൻ തോന്നുന്നേ? അവന്റെ വിശപ്പ് ചത്തു കാണും, അത് തന്നെ. മാഡം, എന്നാ ഇവനോട് ഇരുന്നോട്ടെ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ചേടാ, അതുകൊള്ളാം. ഇവിടെ കല്യാണിയെ നോക്കാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഒറ്റയ്ക്ക് പോക്ക്?
ഞാൻ നോക്കിക്കോളാന്നേ. ദാസേട്ടൻ ഇവനെ വിളിച്ചിട്ട് പോയി എന്തേലും വാങ്ങിച്ചു കൊടുക്ക്. ഇവിടെ കല്യാണിക്ക് ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും നഴ്സുമാരില്ലേ. ദാസേട്ടൻ എന്തിനാ പേടിക്കുന്നേ? ചെല്ലെന്നേ. വാമനെ. നല്ല കാഴ്ചയാടി പെണ്ണെ നിന്റെ ഈ കിടപ്പ്. നിന്നെ ഇങ്ങനെ കാണുമ്പോഴേ കണ്ണിനും മനസ്സിനും ഒരു കുളിര. കാരണം നിന്റെ നിഴല് പോലും കൺമുന്നിൽ പെടരുതെന്ന് ഉത്തരവിട്ട അഖിലാണ്ടേശ്വരി, നിനക്ക് രക്തം നൽകണമെങ്കിൽ നീ അത്ര ചെറിയ പുള്ളിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. തന്ത്രമറിഞ്ഞവളാ നീ. ചാണക്യതന്ത്രം പയറ്റുന്ന ബുദ്ധിശാലി. അതുകൊണ്ട് നീ ഇനിയും പഴയതുപോലെ തൃച്ചംബരത്ത് തിരിച്ചു വന്നാ അവിടെ പലതും നടന്നെന്ന് വരും. എനിക്ക് വിനയായിട്ട് അത് ഞാൻ സമ്മതിക്കില്ല. നിന്നെ തൃച്ചംബരത്തുനിന്ന് ഓടിക്കാൻ ഞാൻ എന്തൊക്കെ പാടുപെട്ടെന്ന് അറിയാലോ നിനക്ക്. ഓരോ പ്രാവശ്യവും എല്ലാം പൊളിഞ്ഞു. പക്ഷേ ഇന്ന് നീ രക്ഷപ്പെടില്ല മോളെ. തൃച്ചംബരത്ത് നിന്നല്ല, ഈ ലോകത്ത് നിന്നേ നിന്നെ പറഞ്ഞയക്കാനാ ഞാൻ വന്നത്. കാരണം നീ ഒന്ന് ഓർത്തു നോക്കി, ഇവിടെ നിന്റെ അച്ഛന് കൂട്ടായിട്ട് അനിയൻകുട്ടനുണ്ട്. പക്ഷേ പാവം നിന്റെ അമ്മ പരലോകത്ത് ഒറ്റയ്ക്കല്ലേ. അമ്മയ്ക്കും വേണ്ടേടി ഒരു കൂട്ട്. അതിന് നീയും കൂടി ചെന്നാലേ പറ്റൂ. മോള് പെട്ടെന്നങ്ങ് അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. എന്താ? ഓക്കേ, ടാറ്റാ.
ഞാൻ ഇതുവരെ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആഗ്രഹിക്കുന്നതൊക്കെ അച്ഛനും അമ്മയും വാങ്ങിത്തരുമായിരുന്നു. ഒന്നിന്റെ കുറവില്ലാതെ വളർന്നുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് വരെ എനിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ പോയിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. കല്യാണിയുടെ കാര്യത്തിൽ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ സ്ഥിതിയാണ്. ആദ്യമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി യാചിക്കുക. ഡോക്ടർമാരെക്കാൾ വലിയ ആളാന്നല്ലേ പറയുന്നത്. കല്യാണിയെ കോമ സ്റ്റേജിൽ നിന്നും രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഒരു പാവള് നന്ദനായിട്ടുള്ള നിശ്ചയം മുടക്കാൻ ഞാൻ ആ പാവത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞത്. അതിനെന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ. അതിനെതിനാ പാവത്തിന് ശിക്ഷിക്കുന്നത്? അവള് പാവ, അവളെ രക്ഷിക്കണം പ്ലീസ്. കല്യാണം എനിക്ക് ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, പ്രേമം തന്നെയാണെന്ന് പറയാം. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അതാണ് എൻ്റെ ഏക ആഗ്രഹം.